വീടുകളിലും പ്രായാധിക്യം കൊണ്ടും മറ്റിതര രോഗങ്ങൾ കൊണ്ടും ശയ്യാവലംബികളായി കിടക്കുന്ന, ഒന്ന് എണീറ്റ് നിൽക്കാനോ ഇരിക്കാനോ സ്വന്തമായിട്ട് ഒന്ന് കുളിക്കാനോ പോലും സാധിക്കാത്ത ധാരാളക്കണക്കിന് രോഗികൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവർക്ക് ആവശ്യമായ പരിചരണം നൽകുക എന്നതാണ് പാലിയേറ്റീവ് കെയർ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ ഉദ്ദേശം. വരും തലമുറയായ നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്തണം എന്നതാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാനുണ്ടായ പ്രധാന കാരണം. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് ചില ബാധ്യതകളുണ്ട് ഈ സമൂഹത്തോട്. നമ്മളെപ്പോലെ ഒരു വേള ഓടിച്ചാടി നടന്നിരുന്ന, ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും നിറസാന്നിധ്യങ്ങളായിരുന്ന പല ആളുകളും ഇന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ അവരുടെ വീടുകളിൽ ചുമരിനോട് ചാരിയിട്ട ഒരു കട്ടിലിലേക്ക് കയറ്റി കിടത്തിയവരാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ചിലർക്ക് വെള്ളം കുടിക്കാൻ സാധിക്കില്ല, അവരുടെ നിത്യജീവിതത്തിലെ പല കർമ്മങ്ങളും ചെയ്യാൻ അവരുടെ വീട്ടുകാരോ കുടുംബാംഗങ്ങളോ സഹായിക്കേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത്തരം രോഗികളെ പരിചരിക്കുക, വീടുകളിൽ ചെന്ന് അവർക്ക് ആവശ്യമായ ശുശ്രൂഷ നൽകുക, അതിന് ഡോക്ടേഴ്സും നേഴ്സുമാരും ഒക്കെ ഒരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ ചുരുങ്ങിയത് ആ വീട്ടിൽ 2-3 ആളുകൾ. നമ്മളെ പാലിയേറ്റീവിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരിക. നിങ്ങളും ഇതിൻ്റെ വോളണ്ടിയേഴ്സായി വർക്ക് ചെയ്യാൻ സന്നദ്ധരാവണം. ഇപ്പം പല കുട്ടികളും സ്കൂൾ വെക്കേഷൻ മുഴുവനും ഇവിടുത്തെ പാലിയേറ്റീവ് കെയറിൻ്റെ ഹോം കെയർ വാഹനത്തിൽ സ്ഥിരമായി പോകുന്ന ഒരു പെൺകുട്ടിയുണ്ട് നമ്മളെ കൂട്ടത്തിൽ, അല്ലേ? നമ്മുടെ എന്താ അവളെ ഒന്ന് കയ്യൊന്നിച്ച, നീ ഒന്ന് കയ്യൊന്നിച്ച ഒന്ന് എണീറ്റാ കേട്ടോ. അവള് സ്കൂൾ പൂട്ടിയിട്ട് വിരുന്ന് പോവുകയെ ടൂറ് പോകുന്നല്ല ചെയ്ത് അവൾ കണ്ട വിനോദം ഈ പാലിയേറ്റീവ് കെയറിൻ്റെ വാഹനത്തിൽ അവിടെ എന്ത് ചെയ്യും, എല്ലാ ദിവസവും സിസ്റ്റേഴ്സിൻ്റെ കൂടെ പോകും. ഏതാ രോഗികളെ പരിചരിക്കും, അവർക്ക് ആവശ്യമായ മരുന്ന് അതുപോലെ കാര്യങ്ങളൊക്കെ അവർ ആവശ്യപ്പെടുന്നതൊക്കെ എടുത്തു കൊടുക്കും. അതൊരു വല്ലാത്ത ഒരു സന്തോഷമായി അവൾ അനുഭവിക്കുകയാണ്. ഇങ്ങനെ നിങ്ങളിലും ഈ അവസരം കിട്ടുമ്പോൾ അത് ഉപയോഗപ്പെടുത്തുക. കാരണം നമ്മുടെ പ്രിയപ്പെട്ടവരായ ആളുകൾ അവർ രോഗികളായി കിടക്കുമ്പം നിങ്ങളുടെ ഈ കൗതുകമുള്ള കണ്ണുകൾ കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? കുഞ്ഞു മക്കളെ കാണുമ്പം പ്രായാധിക്യം ചെന്നെത്തിയ രക്ഷിതാക്കൾ ഒരു പോസിറ്റീവ് എനർജി. അപ്പൊ നിങ്ങളെ സാന്നിധ്യം നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിലോ സമയങ്ങളിലോ ഒക്കെ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കും പ്രവർത്തിക്കാനുള്ള അവസരമുണ്ട്. മാത്രമല്ല +2 പരീക്ഷയ്ക്ക് മുമ്പ് ചുരുങ്ങിയത് ഒരു 2 ദിവസത്തെ ഇങ്ങനത്തെ ഒരു സേവന പ്രവർത്തനം അവർ ചെയ്യുകയും വേണം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ JRC അതുപോലെ തന്നെ സ്കൗട്ട് ഗൈഡ് കുട്ടികളൊക്കെ ഇവിടെ വരാറുണ്ട്. അവരൊക്കെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടെ നമ്മളിവിടുന്ന് കൊടുക്കാറുണ്ട് ഇതിൽ പങ്കെടുത്താൽ. അപ്പം നിങ്ങൾക്ക് 10 പിരിയത്തുള്ള കുട്ടികൾക്ക് ഇനി വേറെ സ്ഥലം അന്വേഷിച്ച് പോകണ്ട. നിങ്ങൾ +2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ആ +2 പഠന കാലഘട്ടത്തിനിടയിൽ 2 ദിവസത്തെ സർവീസ്, ഈ പാലിയേറ്റീവ് സർവീസ് ചെയ്യാൻ നിങ്ങൾക്ക് 10 പിരിയത്ത് തന്നെ ഒരു പാലിയേറ്റീവ് കെയർ പ്രവർത്തിക്കുന്ന വിവരവും നിങ്ങൾ അറിയിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ കൊല്ലത്തിൽ ഒരു തവണ പാലിയേറ്റീവ് ദിനം ആചരിക്കാറുണ്ട് ജനുവരി 15-ന്. അന്ന് നമ്മളെ വിദ്യാർത്ഥികളുടെ അടുത്തൊക്കെ ബക്കറ്റുകളൊക്കെ ആക്കിയിട്ട് നമ്മളെ പെട്രോൾ പമ്പുകളിൽ അതുപോലെ തന്നെ വീടുകളിലൊക്കെ കയറി ഇറങ്ങി ഇതിന് പണം സ്വരൂപിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നമ്മുടെ ഈ മക്കൾ ആവശ്യമുണ്ട്. നിങ്ങളതിന് സന്നദ്ധരല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് നിങ്ങൾ ഇതിനൊക്കെ തയ്യാറാണ്. നിങ്ങൾ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് പരീക്ഷയിൽ പാസ്സായി, അതുപോലെ തന്നെ +2 പരീക്ഷ കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്? നിങ്ങളൊക്കെ പോയി ഓൺലൈനായിട്ടൊക്കെ അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞോ? ക്ലാസ്സിൽ വന്നെത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പാലിയേറ്റീവിൻ്റെ ഭാരവാഹികൾ, നമ്മുടെ രക്ഷിതാക്കൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമിന് അധികം ഔപചാരികതകളൊന്നുമില്ല. പാലിയേറ്റീവിന് അങ്ങനെ അധികമായ ഔപചാരികതകളിൽ വലിയ വിശ്വാസവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്.
ബഹുമാനായ നമ്മുടെ പ്രസിഡന്റ് എം മുഹമ്മദ് കുട്ടി ഇതിൻ്റെ ഒരു അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതാണ്. അദ്ദേഹത്തെ അർത്ഥമായി സ്വാഗതം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഗുരുവായൂരാണ്, പിന്നെ മഞ്ചേരിയിലും നിലമ്പൂരും ഒക്കെയാണ്. അപ്പൊ ആ 2-3 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഞാൻ. 1965 പാസ്സായി. അപ്പൊ അന്ന് നമ്മുടെ ഈ പ്രദേശത്തിന്റെ രൂപവും ആകൃതിയും ഒന്നും ഇങ്ങനെയല്ല. 3-4 ബിൽഡിംഗ് മാത്രമാണ് ഈ പത്തപ്പിരിയം വായനശാല എന്ന പ്രദേശം. അതുകൊണ്ട് സമയത്ത് നന്നായി ഉപയോഗിക്കുക, നന്നായി മുന്നോട്ട് പോവുക, ലക്ഷ്യം കാണുക, ആ ലക്ഷ്യത്തിലേക്ക് നിരന്തരമായി കണ്ടുകൊണ്ടേ പോവുക. അത് കണ്ടാൽ നിങ്ങൾ അവിടെ എത്തും. ഇന്ന് ഇവിടെ സമ്മാനം വാങ്ങുന്ന കുറെ കുട്ടികൾ 180 പേരുണ്ടെന്നാണ് പറഞ്ഞത്. 1965 3 ജയിച്ച പദ്ധതിയത് 2026 ആകുമ്പോൾ 180 പേർക്ക് നമ്മൾ സമ്മാനം നൽകുകയാണ്. നാടിന്റെ വളർച്ചയുടെ ഉജ്ജ്വലമായ സൂചികയാണ് ഈ നിൽക്കുന്നത്. ഇന്ന് പക്ഷെ 3 തോറ്റത് കാണാനായി പ്രയാസം മിക്കവാറും ഉണ്ടാവുക. ആരോഗ്യത്തിലേക്ക് 4 മാറി എല്ലാവരും സമൂഹത്തിൽ നിങ്ങളുടെ കൈകൾ ഇവിടെ പറഞ്ഞല്ലോ. ഒരു കുട്ടി നിരന്തരമായി നിങ്ങൾക്കറിയണം, നിങ്ങളറിയണം കണ്ടുകൊണ്ട് കിടക്കുന്ന മനുഷ്യന്മാർ നിരന്തരമായി ആ സ്വപ്നങ്ങൾ കണ്ടെന്ന് കിടക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി, അവരുടെ മുമ്പിലേക്ക് സാന്ത്വനമായി, ഒരു നല്ല വാചകമായി നിങ്ങൾ അവിടെ എത്തിയാൽ തീർച്ചയായും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ പഠിച്ചു വളരുന്നതോടൊപ്പം സമൂഹത്തിന് കൂടി ഗുണമുള്ള നല്ല മക്കളാവുക. അതിന് സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം പാടിപ്പോയാൽ എന്റെ വാക്കുകൾ ചൂടിയിരിക്കുക. നിങ്ങൾക്ക് എല്ലാവരും ഒരുപാട് ആശംസകൾ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് കാലിയേറ്റ്. നിങ്ങൾക്ക് നൽകുന്ന ഒരു സമ്മാനം എന്ന നിലക്ക് അതിൻ്റെ മൂല്യത്തോടു കൂടി അത് സ്വീകരിച്ച് നിങ്ങൾ നെഞ്ചിലേക്ക് സ്നേഹത്തോടു കൂടി തിരിച്ചു പോവുക എന്നതാണ് വലിയ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ തലക്കന്നിങ്ങനെ വിളിച്ചുവിടും. അത് വാങ്ങുക. അവാർഡ് നൽകുന്നതിന് വേണ്ടി ആദ്യം ഷാജിമോൻ അവരുടെ ക്ഷണിക്കുകയാണ്.